ഹായ് കൂട്ടുകാരെ, അപ്പം ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. എവിടേക്കാണെന്ന് കാത്തിരുന്ന് കണ്ടോളൂ. അപ്പോൾ ഏതായാലും പോയിട്ട് വരാം. ഞാനും അക്കു മാത്രമേ ഉള്ളൂ കേട്ടോ പോണത്. ആ സാധനത്തിനെ കൊണ്ടുപോകണില്ല. നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇതേതാ മമ്പാട് കഴിഞ്ഞു കേട്ടോ. അടിപൊളിയില്ലേ കാണാനൊക്കെ. ഞങ്ങൾ ബസ്സിൽ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടവണ്ണ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയാൽ മതി കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. ഇങ്ങോട്ടൊരു ഉള്ളിലോട്ട് റോഡുണ്ട്. ഒരു ബിസ്മി ചപ്പാത്തി കമ്പനിയൊക്കെ കണ്ടുണ്ടോ. അപ്പോൾ അതിലൂടെ ചെറിയൊരു റോഡുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന സ്ഥലം എവിടെയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ, ലിവിൻ ലൈവ്. അപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങിന് വന്നതാണ്. മോളുടെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് വന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്കുള്ളിലോട്ട് പോവാം. അപ്പം നേരെ ചെല്ലണത് ഇത് വീഡിയോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ മുമ്പിൽ പിന്നെ ചെന്ന് ഉള്ളിലോട്ട് പോയാൽ നമുക്ക് റെക്കോർഡിങ്ങിനാണ് കേട്ടോ. അടുത്തത് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അത് ഇവിടെയാണ് കേട്ടോ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. അതിനുശേഷം പിന്നെ നമ്മൾ റെക്കോർഡിങ് ചെയ്യാനാണല്ലോ. അപ്പം അതിനാണ് കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വെച്ചാണ് കേട്ടോ റെക്കോർഡിങ് ഒക്കെ ചെയ്യാം. മോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പാടും. ശേഷം നമ്മൾ ബൂത്തിലോട്ട് പോവാണ് കേട്ടോ പാട്ട് പാടാല്ലേ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു റൂമുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ പാട്ടൊക്കെ പാടുക. മോളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ പാട്ടൊക്കെ പാടല്. മോളെ പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്താണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നല്ല പിന്നെ എഡിറ്റിംഗ് ഒക്കെയാണ് കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ വീഡിയോ ഒക്കെ കണ്ടാൽ തന്നെ സൂപ്പറാണ് കേട്ടോ. അപ്പം മോളെ കുറേ പാട്ടുകൾ ഞാനിപ്പോൾ ഇവിടുന്ന് റെക്കോർഡിങ് ചെയ്യിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുവഴിയാണ് ഞാനിവിടെ അറിഞ്ഞത്. പക്ഷെ ഞാൻ വേറെ റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടത്തേക്കാളിലൊക്കെ ഒന്നും കൂടി ഒരു വൃത്തിയായിട്ട് തോന്നിയത് എനിക്ക് ഇവിടെയാണ് കേട്ടോ. ഇടവണ്ണയാണ് സ്ഥലം. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ലിവിൻ ലൈവ് ആണ് കേട്ടോ. പിന്നെ സ്റ്റുഡിയോയുടെ പേര് ഇടവണ്ണ. അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് വന്ന് നോക്കുകൊണ്ട്. പൂക്കോട്ടുംപാടത്ത് നിന്ന് കുറേ ആൾക്കാർ ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഓളൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ വന്നതാണ്. 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ. വീഡിയോ പെട്ടെന്ന് വരുന്നതാണ്. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ വണ്ടി കയറാൻ ഞങ്ങൾ അങ്ങോട്ട് പോകണം. ബസ് കയറാൻ ഞങ്ങൾ അങ്ങോട്ട് പോകണം. ഇവിടെ നിന്ന് ഇതാണ് സ്ഥലം. ഓക്കെ, ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഓക്കെ, അങ്ങനെ ഞങ്ങൾക്ക് നിലമ്പൂർ ബസ് കിട്ടി മക്കളെ. അപ്പം ഇങ്ങനെ പോന്നപ്പോൾ ഈ തോട്ടം നോക്കി, തേക്കിൻ്റെ തോട്ടം എന്താ ഭംഗിയിലെ കാണാൻ. നല്ല വൈബാട്ടോ ഇവിടെയൊക്കെ വന്ന് കാണാനൊക്കെ. അപ്പം അത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ കുറേ ഫോണിൽ ഇങ്ങനെ എടുത്തു കേട്ടോ, വീഡിയോ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നിലമ്പൂർ ചെന്നതിന് ശേഷം പൂക്കോട്ടുംപാടത്തേക്ക് ബസ് കയറും. അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ പെട്ടെന്ന് കിട്ടുമെന്നറിയില്ല ബസ്. ഏതായാലും പോയി നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ നിലമ്പൂർ എത്തിയിട്ടോ. സ്റ്റാൻഡിലെത്തി. ബസ് കയറാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിതാ നിലമ്പൂർ സ്റ്റാൻഡിലാണ്. ബസ് കയറി പൂക്കോട്ടുംപാടം ബസ് കയറി. അങ്ങനെ ഞങ്ങൾ പൂക്കോട്ടുംപാടെത്തി. ഇനി വണ്ടി എടുത്ത് പോകും കേട്ടോ. അപ്പം ഞങ്ങൾ പൂക്കോട്ടുംപാടത്ത് വണ്ടി എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടല്ലേ.
അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വീട്ടിലെത്തി. നിലമ്പൂർ മുതൽ ഇവിടെ വരെ നല്ല മഴയായിരുന്നു. അപ്പം ടാറ്റ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.